നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്സവപ്രേമികൾക്ക് ആഹ്ലാദാരവത്തിന്റെ ഉത്രാളിപ്പൂരം ഒരുക്കാൻ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ പൂര കമ്മിറ്റികൾ അകമലയുടെ താഴ്വാരങ്ങളെ കരിമരുന്നിന്റെ ഗാംഭീര്യതയിൽ നിറച്ച ഉത്രാളിപ്പാടത്ത് വെടിക്കെട്ട് ആരവമുയരും. 23, 25, 26 ദിനങ്ങളിൽ വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി. 23-ന് സാമ്പിൾ വെടിക്കെട്ടിന് എങ്കക്കാട് നേതൃത്വം നൽകും. പൂരദിനത്തിൽ വെടിക്കെട്ട് വിസ്മയം കുമരനെല്ലൂരിന്റെ വക. 26-ന് പുലർച്ചെ നടക്കുന്ന രാത്രി വെടിക്കെട്ടിന് വടക്കാഞ്ചേരി നേതൃത്വം നൽകും. ദേശങ്ങൾ കലാ സാംസ്കാരിക പരിപാടികളുടെ സുന്ദര നിറവിൽ. ഭിന്നശേഷി സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടി ജീവിതം പോരാട്ടമാക്കി മാറ്റിയ വൈദികന് അർഹതയ്ക്കുള്ള അംഗീകാരം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഫാദർ ഡിസ്മസ് സ്പെഷ്യൽ ജൂറി അവാർഡ്. പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാടിന് ഭിന്നശേഷി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. വൈദികൻ അഭിനന്ദന പ്രവാഹം കോൺഗ്രസ് നഗരസഭ പാർലമെന്ററി പാർട്ടിയും മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയും അഭിനന്ദിച്ചു. ഉത്രാളിപ്പൂരത്തിന് വേറിട്ട കാഴ്ചവട്ടങ്ങൾ. കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ കലാമികവിന്റെ ആരവം. NSS മൈതാനത്ത് കാഴ്ചവസന്തം. സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ സിംഗർ റണ്ണറപ്പ് ദിശാപ്രകാശിനെ ആദരിച്ചു. ദിശയും സംഘവും അവതരിപ്പിച്ച ഗാനമേള സംഗീത നിലാവായി. ഉത്രാളിപ്പൂരത്തിന് ടൂറിസം വകുപ്പിൽ നിന്ന് 5 ലക്ഷം രൂപ ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുമോദിച്ചു. എങ്കക്കാട് വിഭാഗം ഉത്സവരാവ ഉത്രാളി ദേവി സന്നിധിയിൽ. തോളൂർ പഞ്ചായത്തിൽ നിന്ന് തരിച്ചിട വിപ്ലവ വാർത്ത. മേഞ്ചിറയിൽ തരിച്ചിട്ട 20 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയുടെ ഐശ്വര്യ സമൃദ്ധി. പ്രവാസി സിദ്ധി ഒരുക്കിയ കൃഷിയിൽ ഉത്സവ നിറവിൽ വിളവെടുപ്പ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചുണ്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാലൂരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് അടിയന്തര സഹായവുമായി സർക്കാർ. ആദ്യ ഗഡു തുക മന്ത്രി K. രാജൻ വസതിയിലെത്തി കൈമാറി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സഹായം നൽകിയതെന്നും മന്ത്രി. കളക്ടർ അർജുൻ പാണ്ഡ്യനും പ്രഭാകരന്റെ വസതിയിൽ സന്ദർശനം നടത്തി. ആശ്രിതർക്ക് ജോലി നൽകുന്നതിന് ശുപാർശ. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്നും മതവിദ്വേഷ പരാമർശ കുറ്റത്തിനുള്ള ശിക്ഷ ഉയർത്തണമെന്നും ഹൈക്കോടതി. BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണം. ജോർജിന്റെ ഹർജി വിധി പറയാൻ മാറ്റി. മരത്തങ്കോട് AKG നഗറിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് വീട്ടുമുറ്റത്ത് നിന്നും വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. മണിക്കൂറുകൾക്കകം മോഷ്ടാവിനെ വലയിലാക്കി കുന്നംകുളം പോലീസ്. കോത്തോളിക്കുന്ന് സ്വദേശി തറമേൽഞ്ഞാലിൽ വീട്ടിൽ 48-കാരൻ ഹരിദാസ് ആണ് അറസ്റ്റിലായത്. 73-കാരിയുടെ സ്വർണ്ണാഭരണം പൊട്ടിച്ചെടുത്തത് വീട്ടുമുറ്റത്ത് മുറ്റമടിക്കുന്നതിനിടെ. കാപ്പ നിയമലംഘനം നടത്തിയ യുവാവിനെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാടക്കത്തറ തേറമ്മ സ്വദേശി 21-കാരൻ ദേവനാഥാണ് പിടിയിലായത്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചു. വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പന്നിവേട്ടക്കാരായ 5 പേർ അറസ്റ്റിൽ. പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത് സ്കൂൾ വരാന്തയിൽ കുട്ടികൾ കളിക്കുന്നതിനിടെ. പാലക്കാട് സ്വദേശി മോനു, പഴയന്നൂർ തിരുവില്ലാമല സ്വദേശികളായ പ്രകാശൻ, പെരുമാൾ, രഞ്ജിത്ത്, സനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവർ സ്ഥിരമായി പന്നിവേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നവരെന്ന് പോലീസ്. പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ പന്നിയിറച്ചിയും പിടിച്ചെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളത്ത് ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി കണ്ടെയ്നർ ലോറി റോഡിൽ മറിഞ്ഞു. വൻ ദുരന്തമൊഴിവായി. ഗുരുവായൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പാർസൽ കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നത് ആശ്വാസമായി. ലോറിയിൽ നിന്നും വൻതോതിൽ ഡീസൽ ചോർന്നത് ആശങ്ക സൃഷ്ടിച്ചു.
ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി PWD റെസ്റ്റ് ഹൌസിന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. കാറിന്റെ ഒരു വശം ഭാഗികമായി തകർന്നു. ദേശീയ ഗെയിംസ് ജൂഡോ 70 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാവ് കുമാരി ദേവി കൃഷ്ണയ്ക്ക് അഭിനന്ദന പ്രവാഹം. തൃശൂർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ആദരം. മികവിന്റെ പ്രതീകം സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് 2017 ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ ജീവനക്കാരുടെ സ്നേഹോപഹാരം സൂപ്രണ്ടിന് എഞ്ചിനീയർ SK രമേശൻ കൈമാറി.